പരിശുദ്ധ കന്യകാമാതാവിൻ്റെ മെയ് മാസ വണക്കം 10-ാം തീയതി. കന്യകാമറിയവും ദൈവവിളിയും. ദൈവവിളി എന്ന വാക്ക് ഇന്ന് ക്രൈസ്തവരായ ഏവർക്കും സുപരിചിതമാണ്. യൗവനത്തിലേക്ക് പ്രവേശിക്കുന്ന കുട്ടികൾ തുടർന്നു ജീവിക്കേണ്ടത് ഏത് തുറയിലായിരിക്കണമെന്ന് തീരുമാനിക്കണം. ഈ ഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. തുറന്ന മനസ്സോടും അത്യുദാരതയോടും കൂടി ദൈവഹിതം ഗ്രഹിക്കുവാൻ ഈ പ്രായത്തിൽ കുട്ടികൾ തയ്യാറാകണം. അതിനായി പ്രാർത്ഥിക്കണം. മാതാപിതാക്കന്മാരുടെയും മറ്റു കുടുംബാംഗങ്ങളുടെയും ഉത്തമ താൽപ്പര്യങ്ങളും മാതൃകയും കുടുംബത്തിലെ ജീവിത ശൈലിയും കുട്ടികളുടെ ദൈവവിളിയെ സ്വാധീനിക്കുന്നുണ്ട്. കന്യകാമറിയത്തിൻ്റെ മാതാപിതാക്കളായ ജോവാക്കിം, അന്ന ദമ്പതികൾ തങ്ങളുടെ പ്രിയപുത്രി മറിയത്തെ ദൈവഹിതമറിഞ്ഞ് ജീവിക്കുവാൻ ബാല്യകാലം മുതൽ പ്രേരിപ്പിച്ചു. കന്യകാപ്രായം വരെ പക്വമതികളായ ഭക്ത സ്ത്രീകളുടെ കീഴിൽ അവൾ ദേവാലയത്തിൽ സേവനം ചെയ്തുവെന്നാണ് പാരമ്പര്യം പറയുന്നത്. യൗവനത്തിലേക്ക് പ്രവേശിച്ച മറിയം തന്നെ സംബന്ധിച്ചുള്ള ദൈവിക പദ്ധതി ഗ്രഹിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ആയുഷ്കാല കന്യാത്വം നേർന്ന് നിർമ്മല ജീവിതം നയിച്ചിരുന്ന അമലോത്ഭവ മറിയം ദൈവത്തിൻ്റെ തിരുഹിതം മാലാഖയിലൂടെ വ്യക്തമായി ഗ്രഹിച്ചു. സംശയ നിവാരണം നടത്തിക്കൊണ്ട് ദൈവമാതാവാകാൻ സമ്മതിച്ചു. പഴയ നിയമത്തിലെ സാമുവേലിനെ പോലെ കർത്താവെ അരുളി ചെയ്താലും ഇതാ അങ്ങയുടെ ദാസൻ എന്നും കർത്താവെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ച സാവൂളിനെ പോലെ മറിയവും ദൈവവിളി ശ്രവിച്ചു. ഇന്ന് ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നുണ്ട്. തനിക്ക് വേണ്ടി പോകാൻ, പഠിപ്പിക്കാൻ, പ്രവർത്തിക്കാൻ വ്യത്യസ്തങ്ങളായ ശുശ്രൂഷാ മേഖലകളിലേക്കായിരിക്കും വിളിക്കപ്പെടുക. ശാന്തമായി ആ വിളി ശ്രവിച്ച് അവിടത്തേക്ക് പ്രത്യുത്തരം നൽകാൻ നമുക്കും ശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കന്യകാമറിയത്തെ വിളിച്ചു മാതാവായി ഉയർത്തിയ പിതാവായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവവിളിക്കനുസരിച്ച് ജീവിക്കുവാൻ തങ്ങളുടെ മക്കളെ പ്രേരിപ്പിക്കുന്നതിനാവശ്യമായ തീക്ഷ്ണത മാതാപിതാക്കന്മാർക്ക് നൽകണമേ. തങ്ങളുടെ ജീവിതാവസ്ഥ സംബന്ധിച്ചുള്ള ദൈവഹിതമറിഞ്ഞ് ജീവിക്കുവാനുള്ള കൃപാവരം കുട്ടികൾക്കും നൽകണമേ. പരിശുദ്ധ കന്യകാമാതാവേ, അങ്ങയെപ്പോലെ ദൈവ തിരുമനസ്സറിഞ്ഞ് ജീവിക്കുവാനുള്ള അനുഗ്രഹം യുവതീ യുവാക്കന്മാർക്കായി പ്രാർത്ഥിച്ചു നൽകണമേ. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്കു വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സുകൃതജപം. ദൈവപരപ്രസാദത്തിൻ്റെ മാതാവേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ.